ഹായ്, വെൽക്കം ടു എൻഗേജ്ഡോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് സബ്സ്ക്രൈബർ, അതായത് കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്യുന്നത്, ബൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്. അതിലാദ്യം വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സബ്സ്ക്രൈബർ മാനേജർ എന്ന് കാണാൻ പറ്റും. ഈ സബ്സ്ക്രൈബർ മാനേജറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന നമ്പറുകളും അതും ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പുതുതായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ തന്നെയാണ് ആ നമ്പർ കൂടി ആഡ് ആവുക. അപ്പോൾ എന്താ വെച്ചാൽ ഏതാണ് പുതിയ നമ്പർ ഏതാണ് പഴയ നമ്പർ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഇവിടെ മേലെ ഓപ്ഷൻ ഉണ്ട്, വാട്സപ്പ് സബ്സ്ക്രൈബർ മാനേജറിന്. ഇവിടെ മാനേജ് എന്നുള്ള ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാനേജ് ലേബൽസ് എന്ന ഓപ്ഷൻ വരും. ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് പുതിയ ലേബൽ ക്രിയേറ്റ് ചെയ്യാം. ലേബൽ ഞാനിപ്പോൾ തൽക്കാലം ഒരു ടെസ്റ്റ് ലേബൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വീണ്ടും സബ്സ്ക്രൈബർ മാനേജറിലേക്ക് വരിക. സബ്സ്ക്രൈബർ മാനേജറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഓപ്ഷൻ കാണും. ഓപ്ഷനിൽ ഇമ്പോർട്ട് സബ്സ്ക്രൈബർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം നമുക്ക് ആ ഫയലിൽ നമ്പറുകൾ മുഴുവൻ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മേലെ കാണാം സാമ്പിൾ CSV എന്നുള്ള ഫയൽ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഡൗൺലോഡ് ആവും. ഇവിടെ ഇത് ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്പർ എങ്ങനെയാണ് നമ്പറും നെയിമും ഇടേണ്ടതെന്നുള്ള ഫോർമാറ്റ് ഇവിടെ കാണും. ഇവിടെ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ നമ്പർ ആഡ് ചെയ്യാണ് വേണ്ടത്. ഞാൻ ഈ ഫോർമാറ്റ് ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു സാമ്പിളായിട്ടൊരു 5-10 നമ്പർ ആഡ് ചെയ്യാൻ പോവാണ്. അവിടെ ഇങ്ങനെ നമ്പർ ആഡായി. നമ്പർ ആഡായതിന് ശേഷം ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്പർ സേവ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കൺട്രി കോഡ് ആഡ് ചെയ്യണം. അപ്പോൾ ഇന്ത്യൻ്റെ കൺട്രി കോഡ് പറഞ്ഞാൽ 91 ആണ്. അപ്പോൾ 91 ഈ നമ്പറുകളിലൊക്കെ 91 ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഇതേപോലെ ഫോൺ നമ്പർ എന്നുള്ളതിൻ്റെ കോളത്തിലിട്ടതിന് ശേഷം ഇവിടെ മേലെ ഈ കോളം മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കമ്പ്യൂട്ടറിൽ എക്സൽ വേണം, എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ ഈ ജനറൽ എന്നുള്ള ഇവിടെ മാറ്റിയിട്ട് ഇവിടെ 91 എന്നുള്ള കൺട്രി കോഡ് ഇടുക. എന്നതിന് ശേഷം നമ്പറിൻ്റെ ഫോർമാറ്റ് എന്നാൽ 10 ഡിജിറ്റാണ് നമ്പർ ഉള്ളത്. അപ്പോൾ ആ 10 0 ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ 10 നമ്പറും ആഡ് ചെയ്തു, 10 നമ്പറിൻ്റെ ഫോർമാറ്റും ആഡ് ചെയ്തു, 91 ആഡ് ചെയ്തു. ഇനി നമ്മളിവിടെ ഓക്കെ അടിക്കുകയാണ്. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ 91 ആഡ് ആയത് കാണാം. അങ്ങനെ ചെയ്തതിന് ശേഷം ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഫയൽ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം മിനിമൈസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്യരുത്. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ കാണാം നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള ഏരിയ കാണാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ലേബൽ എന്ന് കാണാം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പേ ക്രിയേറ്റ് ചെയ്ത ആ ലേബൽ ഇവിടെ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ലേബൽ സെലക്ട് ചെയ്തു. ലേബൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ അപ്ലോഡ് എന്നുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ആ ഫയൽ ഇവിടെ കിട്ടും. ആ ഫയലിൻ്റെ പേര് വാട്സപ്പ് സാമ്പിൾ സബ്സ്ക്രൈബർ എന്നാണ്. എന്നിട്ട് ഇവിടെ സേവ് ചെയ്യുക. അവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നമ്പർ വന്ന് കാണാം. അപ്പോൾ പേര് അടിക്കണമെന്നുണ്ടെങ്കിൽ പേരും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അതും കൂടെ ഇവിടെ കാണിക്കും. ഇവിടെ കാണിച്ചതിന് ശേഷം ഇവിടെ ഈ മേപ്പ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫോൺ നമ്പർ എന്നുണ്ട്. നമ്പർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പ്രാവശ്യം മേപ്പ് ഡാറ്റ അടിക്കണ്ടു. ഇനി നെയിമും കൂടി ഉണ്ടെന്നുണ്ട്. ഒരു തവണയും കൂടി മേപ്പ് ഡാറ്റ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, നെയിം സബ്സ്ക്രൈബർ നെയിം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പേരും നമ്പറും കൂടെ രണ്ടും കൂടെ ആയിട്ട് സേവ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ പേര് മാത്രമേ ഉള്ളതുകൊണ്ട് നമ്പർ മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫോൺ നമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ഇനി ഇവിടെ സബ്സ്ക്രൈബർ മാനേജർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലേബൽ എന്ന് കാണാം.
ഇവിടെ ലേബലിന് വേണ്ടി നമ്മുടെ ഇപ്പോഴുണ്ടാക്കിയ നമ്പർ ആഡ് ചെയ്ത ലേബലാണിത്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ നമ്പർ കാണാം. നമ്മൾ 9 നമ്പറാണ് ആഡ് ചെയ്തത്, അതിവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ബൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നമ്പർ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.